അലൈക്കും വറഹ്മത്തുള്ളാ. കീഫർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലിഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ 2024 ജൂലൈ 10 നടന്ന ഹയർ സെക്കൻഡറി തലം പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ഷാഇറുൻ ഡേഷ് എന്നാണ്. ഹാഫിൽ ഇബ്രാഹിം അദ്ദേഹം ഏത് രാജ്യക്കാരനായ കവിയാണ് എന്നാണ്. ഓപ്ഷൻ എ ഇറാഖിയുൻ, ഓപ്ഷൻ ബി മിസ്രിയുൻ, ഓപ്ഷൻ സി ഹിന്ദിയുൻ, ഓപ്ഷൻ ഡി സഊദിയുൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മിസ്രിയാണ്. ഈജിപ്ഷ്യൻ കവിയാണ് ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, അദാത്തുൽ ഇസ്തിഫ്ഹാമി മിനൽ ആത്തിയ എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് അദാത്തുൽ ഇസ്തിഫ്ഹാം, നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദം എന്നാണ്. ഓപ്ഷൻ എ കൈഫ, ഓപ്ഷൻ ബി അല, ഓപ്ഷൻ സി ഐന്ദ, ഓപ്ഷൻ ഡി തഹ്ത എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കൈഫ. മൂന്നാമത്തെ ചോദ്യം, ഡേഷ് അസാസു കുല്ലി നജാഹിൻ വസആദത്തിൻ എന്നാണ്. ഒരു കാര്യം അത് വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനമാണ് അല്ലെങ്കിൽ അടിത്തറയാണ് എന്നാണ്. ഓപ്ഷൻ എ അത്തൊആമ്, ഓപ്ഷൻ ബി അത്തഅക്കീദ്, ഓപ്ഷൻ സി അൽ മനാറ, ഓപ്ഷൻ ഡി അൽ ഇൽമ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അൽ ഇൽമു അസാസു കുല്ലി നജാഹിൻ വസആദ. വിജ്ഞാനം എന്ന് പറയുന്നതാണ് എല്ലാ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അടിത്തറ. നാലാമത്തെ ചോദ്യം, അലൈന ഡേഷ് നുഹാഫിദ അലൽ കലാമി. അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ്. ഡേഷ് നുഹാഫിദ് അലൽ കലാമി സംസാരത്തെ സൂക്ഷിക്കുക എന്നുള്ളത് എന്നാണ്. അവിടെ വിട്ട ഭാഗം ഫില്ല് ചെയ്യാനാണ്. ഓപ്ഷൻ എ അൻ, ഓപ്ഷൻ ബി അൻ, ഓപ്ഷൻ സി ലം, ഓപ്ഷൻ ഡി ഇൻ എന്നാണ്. അലൈന അൻ നുഹാഫിദ എന്നാണ് പറയുക. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മാ വസ്നു ഇസ്മു മഫ്ഊലിൽ ഫിഅലി സക്കന. സക്കന എന്ന ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊലിൻ്റെ രൂപം എന്താണ് എന്നാണ്. ഓപ്ഷൻ എ സാക്കിനുൻ, ഓപ്ഷൻ ബി ഇസ്കുനു, ഓപ്ഷൻ സി ഉസ്കുനു, ഓപ്ഷൻ ഡി മസ്കൂനുൻ എന്നാണ്. മൂന്നക്ഷരമുള്ളൊരു ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊൽ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ആ ഫിഅലിനെ നമ്മൾ മഫ്ഊലുൻ എന്ന് പറയുന്ന രൂപത്തിൽ പറഞ്ഞു നോക്കിയാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി മസ്കൂനുൻ എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മബ്രൂക്ക് എന്നതിൻ്റെ മീനിങ് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ കൺഗ്രാജുലേഷൻ, ഓപ്ഷൻ ബി എക്സ്ക്യൂസ്, ഓപ്ഷൻ സി വെൽക്കം, ഓപ്ഷൻ ഡി താങ്ക്സ് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൺഗ്രാജുലേഷൻ. ഏഴാമത്തെ ചോദ്യം, മയീസ് അഷാദ കൂട്ടത്തിൽ പെടാത്തതിനെ വേർതിരിക്കാനാണ്. ഓപ്ഷൻ എ മുഖാത്തോ, ഓപ്ഷൻ ബി ഷിബ് മുഖാത്തോ, ഓപ്ഷൻ സി വിലായ, ഓപ്ഷൻ ഡി മിയാത്തഫ് എന്നാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മിയാത്തഫ് ആണ്. മിയാത്തഫ് എന്ന് പറഞ്ഞാൽ കോട്ട് എന്നാണ് അർത്ഥം. ബാക്കിയുള്ള മൂന്നെണ്ണം ജില്ല, സംസ്ഥാനം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കുകളാകുന്നു. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ബാദ ദിദ്ദുഹു ഖബല. ശേഷം എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഖബല മുമ്പ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഖരീബുൻ അടുത്തുള്ളത് അല്ലെങ്കിൽ അടുത്ത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ സ്വഈറുൻ, ഓപ്ഷൻ ബി കബീറുൻ, ഓപ്ഷൻ സി ബഈദുൻ, ഓപ്ഷൻ ഡി കസീറുൻ എന്നാണ്. സ്വഈർ ചെറുത്, കബീർ വലുത്, ബഈദ് ദൂരെയുള്ളത്, കസീർ ധാരാളം എന്നാണ് അർത്ഥം. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഖരീബുൻ നിദ്ദുഹു ബഈദുൻ. ഒൻപതാമത്തെ ചോദ്യം, ഇഖ്തർ അൽ ഖതഅ എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻസ് ഹ ഉലാഇ, ദാലിക, ലാക്കിൻ, ഉലായിക എന്നാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായി വന്നിട്ടുള്ളത്. ലാക്കിൻ എന്ന് എഴുതുന്ന രൂപത്തിൽ അലിഫ് ചേർക്കാതെയാണ് ലാക്കിൻ എഴുതാറ്. പത്താമത്തെ ചോദ്യം നോക്കാം. റഅ എന്നതിൻ്റെ മുത്തറാദിഫാണ് അഥവാ അതേ അർത്ഥത്തിൽ വരുന്ന പദമാണ് വജദ, കണ്ടു എന്നർത്ഥം. അങ്ങനെയെങ്കിൽ തെനാവല, തെനാവല എന്ന് പറഞ്ഞാൽ കഴിച്ചു, ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുത്തറാദിഫായിട്ടുള്ള പദം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ മന അ, ഓപ്ഷൻ ബി അക്കല, ഓപ്ഷൻ സി അക്കല, ഓപ്ഷൻ ഡി സത്തറ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അക്കല തിന്നു എന്നർത്ഥം. അടുത്ത ചോദ്യം, മസ്മു കിതാബിൻ യസ്തുറു തഹ്ത ഇത്തിഹാദ് മുഅല്ലിമി അൽ അറബിയ ബി കേരള. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ് എന്നാണ്. ഓപ്ഷൻസ് അൽ മനാർ, അൽ തൗഹീദ്, അൻ നഹ്ള, അൽ ഇത്തിഹാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽ ഇത്തിഹാദ്. അടുത്ത ചോദ്യം, മൻ ഹുവ റഈസുൽ ഇത്തിഹാദ് മുഅല്ലിമി അൽ അറബിയ ബി കേരള ഹാലിയൻ. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ അബ്ദുൽ ഹക്ക്, ഓപ്ഷൻ ബി അബ്ദുൽ ലത്തീഫ്, ഓപ്ഷൻ സി സൈനുദ്ദീൻ, ഓപ്ഷൻ ഡി മാഹിൻ ബാഖവി.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അബ്ദുൽ ഹക്ക്. ചോദ്യം മൻഹുവൽ ആലിമുൽ മുലഖബ് ബി ഷെയ്ഖുൽ ഹിന്ദ്. ഷെയ്ഖുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആലിമാരാണ്, പണ്ഡിതൻ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി മഹ്മൂദ് ഹസൻ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഷബീർ അഹമ്മദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മഹ്മൂദ് ഹസൻ ആണ് ഷെയ്ഖുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം അക്ബർ വിലായ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് എന്നാണ്. കേരള, ആസാം, കാശ്മീർ, രാജസ്ഥാൻ. ഇതാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി രാജസ്ഥാനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മത്താ ഹസ്സനത്ത് ലോകത്തിൽ മലയാളം ഈ അലാമക്കാനത്തിൽ ലോകത്തിന് അലീമ. ഏത് വർഷം അല്ലെങ്കിൽ എപ്പോഴാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്. ഓപ്ഷൻസ് 2004, 2014, 2016, 2015. കറക്റ്റ് ആൻസർ ശരിക്കും 2013 മെയ് 23 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കാം. അടുത്ത ചോദ്യം ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയാണ്. അങ്ങനെയെങ്കിൽ റുബുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/4 എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നാണ്. ഓപ്ഷൻ സൂറത്ത് തോഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്ത് യാസീൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സൂറത്തുൽ കാഫിറൂൻ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ചോദ്യമാണ്. അവൽ മുസാഫിരിൻ അറബിയൻ കതബാൻ വിലായത്ത് കേരള. കേരളത്തെക്കുറിച്ച് എഴുതിയ ആദ്യത്തെ അറബി സഞ്ചാരി ആരാണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഫാഹിയാൻ, ഇബ്നു ബത്തൂത്ത, സുലൈമാൻ അഹമ്മദ് ഷൗഖി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇബ്നു ബത്തൂത്ത. 18ാമത്തെ ക്വസ്റ്റ്യൻ അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് കിതാബൻ മഷ്ഹൂറുൻ മൻ സ്വന്നഫ ഹാദ. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ്. ആരാണ് അത് എഴുതിയത് എന്നാണ്. ഓപ്ഷൻസ് അബുൽ ഹസൻ അലി അന്നദവി, അബു അലി അന്നദവി, അബു ഹുസൈൻ അലി അന്നദവി, അബു അലി ഹസൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അബുൽ ഹസൻ അലി അന്നദവി. ചോദ്യം മൻഹുവ റായിദ് ഫരീഖ ക്രിക്കറ്റ് ലി അഫ്ഗാനിസ്ഥാൻ ഹാലിയൻ. അഫ്ഗാനിസ്ഥാൻ്റെ നിലവിലെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് എന്നാണ്. ഓപ്ഷൻസ് നജീബുള്ള, മുഹമ്മദ് നബി, മുജീബ്, റാഷിദ് ഖാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി റാഷിദ് ഖാൻ. 20ാമത്തെ ചോദ്യം നോക്കാം. മൻഹുവ വസീറുൽ മുത്തഹദ്ദിസ് ഫി കേരള ഹാലിയൻ. കേരളത്തിൻ്റെ നിലവിലെ സ്പീക്കർ ആരാണ് എന്നാണ്. നിയമസഭാ സ്പീക്കർ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ റിയാസ്, ഓപ്ഷൻ ബി ഷംസീർ, ഓപ്ഷൻ സി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ഡി ജലീൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഷംസീർ. ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.